ഞങ്ങൾ ഈ ആനയുടെ ഫ്രണ്ടിൽ വന്ന് പെട്ടുപോകുമായിരുന്നു. ഗൈഡ് വന്ന് പെട്ടെന്ന് സ്റ്റക്കായി. ഞങ്ങൾ രണ്ടുപേരും തൊട്ട് പുറകിലുണ്ട്. എന്തായാലും ഇവന് ഉടനെ ഒന്നും മാറുന്ന ലക്ഷണമില്ല. പക്ഷെ രാവിലെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ എല്ലാം കോട ഇറങ്ങിയിട്ടുണ്ട്. ഉണങ്ങിപ്പോയി കേട്ടോ. വലിയൊരു മൂങ്ങ കണ്ടിട്ടുണ്ട്. ലെപ്പേർഡിനെ ബ്ലാക്ക് പാന്തർ. കാരണം അവൻ ഓടത്തില്ല, പെട്ടെന്ന് ഓടത്തില്ല. ടൈഗർ അങ്ങനെയല്ല, ഓടിക്കളയും. ഇവൻ ചെന്നിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഇരുന്ന് തിരിഞ്ഞു നോക്കും നമ്മൾ. 65 വയസ്സിന് രുദ്രാക്ഷ ഈ പാത്തില്ല. ആ നിൽക്കുന്നത് അത് മറ്റേ ആലാണ്. ആല, പക്ഷെ ആലെന്ന് നമുക്ക് പറയാൻ ഒരു പാരസൈറ്റ് കൂട്ടം നിൽപ്പുണ്ടേ. കൊഴുപ്പായിട്ട് അറ്റാക്ക് വന്നിരിക്കില്ലേ. പ്രണയമാണ് ഇത് കാണുന്നത്. നമ്മുടെ ഒരു ദേഹസ്ഥിതിൻ്റെ നാക്ക് ഇങ്ങനെ ഒന്ന് പ്രശിച്ചാൽ മതി. നമ്മുടെ നാട്ടിലൊക്കെയുള്ള പശുക്കുട്ടിയെ പോലെ ചെറുതാവും. പെണ്ണാണെങ്കിലും മെയിലാണെങ്കിലും അതിൻ്റെ സൈസ് കുറവായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ ഇന്നലെ വൈകിട്ടത്തേക്ക് ഡീലൊക്കെ പാസിംഗ് ഉണ്ടായിരുന്നു അല്ലേ? മറ്റേ ഇതാന്ന് തോന്നുന്നു കണ്ടിട്ട്. മലയണ്ണാൻ ചക്ക ഇരുന്നുണ്ടോ? ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ചക്ക ഇരുന്ന് അടിക്കും കേട്ടോ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരിയാർ ടൈഗർ റിസർവിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഒരു പ്രോഗ്രാം എടുത്തിട്ടുണ്ട്, ഒരു ട്രക്കിംഗ് പ്രോഗ്രാം. അത് ഗ്രീൻ വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇവിടെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ കീഴിൽ ട്രക്കിംഗ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള 2 ട്രക്കിംഗ് പ്രോഗ്രാമാണ് ഉള്ളത്. അതിലൊന്ന് നേച്ചർ വാക്കും, ഒന്ന് ഗ്രീൻ വാക്കും. നേച്ചർ വാക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്ന് കാണുക. അത് വരുന്നത് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ബോട്ടിംഗ് ലാൻഡിങ്ങിൻ്റെ അവിടെയാണ്. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഇവിടെ നമ്മുടെ ടിക്കറ്റ് കാര്യങ്ങളും കാണിച്ചിട്ട് അപ്പോൾ അവർ ഫോം തരുവേ, അത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഇവിടുന്ന് നമ്മുടെ കൂടെ ഒരു ഗൈഡ് വരും. അപ്പോൾ അവരുടെ കൂടെയാണ് നമ്മൾ ഈ ഗ്രീൻ വാക്ക് എന്ന പ്രോഗ്രാം തുടങ്ങുന്നത്. അപ്പം പെരിയാർ ടൈഗർ റിസർവിൻ്റെ 2 ഷോർട്ടായിട്ടുള്ള ട്രക്കിംഗ് പ്രോഗ്രാമാണുള്ളത്. ഒന്ന് നേച്ചർ വാക്കും, ഒന്ന് ഗ്രീൻ വാക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രീൻ വാക്കാണ് എടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ടേ. നമ്മളിതേണ്ട ഗ്രീൻ വാക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കയറുന്ന എൻട്രൻസ്, അതായത് ഈ ബാംബു ഗ്രോ ഒക്കെ വരുന്ന ആ സ്ഥലത്തുനിന്ന് നമ്മൾ വയ്യ കാടിനകത്തോട്ട് കയറിയിട്ടുണ്ട്. എല്ലാം അതെ, കാടിനകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാം ഭാഗ്യം പോലെ ആയിരിക്കുമല്ലോ. നമ്മളിവിടെ ഒരു ഗൈഡ് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ പേര് കവിരാജൻ. ആഹാ, നമുക്ക് എന്തായാലും പോയി നോക്കാം, എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ രാവിലെ തന്നെ കാട്ടി കയറാം അല്ലേ. അത്യാവശ്യം രാവിലെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ എല്ലാം കോട ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏപ്രിൽ അവസാനം, അതായത് ഇന്ന് 29-ാം തീയതിയാണ്. അപ്പം ഏപ്രിൽ 29. അപ്പം നമ്മൾ അത്യാവശ്യം ഇവിടെ നല്ല തണുപ്പും അതുപോലെ തന്നെ കോട ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ ചെറുതായിട്ട് മഴ ചാറിയിട്ടുണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. അപ്പം നമുക്ക് എന്തായാലും അകത്തോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് നോക്കാം. എന്നാ കാടാ? ശകുന്തളക്കാട്. നസീറിന്റെ ഒരു പടമെടുത്തില്ലേ, ശകുന്തളെ. ആ സ്ഥലമാണോ ഇത്? അപ്പം നമ്മളിനി കാടിനകത്തോട്ട് കയറും അല്ലേ? ഇത് മറ്റേ ആനയൊന്നും പുറത്തോട്ട് ഇറങ്ങി വരാതിരിക്കാനായിട്ടുള്ള ഫെൻസിങ് ഇട്ട് വെച്ചിരിക്കാന്ന് തോന്നുന്നു അല്ലേ? ഓ, കഴിഞ്ഞ വർഷം തൊട്ടാണ് ഇതിട്ടെ. കഴിഞ്ഞ വർഷം അല്ലേ? ആന ഇങ്ങോട്ട് പുറം കടന്ന് വരാതിരിക്കാനായിട്ടാ. ഓണം അല്ലേ? അതിന്റെ ആ ചെറിയ ഒരു ഒച്ച കേൾക്കാം അല്ലേ? അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ക്ലോസ് ആയി. മൊത്തം മുളയെല്ലാം ഉണങ്ങിപ്പോയി കേട്ടോ. ഇപ്രാവശ്യം ചൂടിനാന്ന് തോന്നുന്നു. ഇപ്രാവശ്യം അല്ല, കഴിഞ്ഞ കൊല്ലം മൊത്തം പോയതാ. ഇതെല്ലാം ഒരു 45 വർഷം കഴിഞ്ഞാൽ ഇത് എല്ലാം ചത്തുപോകും. പുതിയതായി ആ സമയത്ത് മാത്രമേ നമുക്ക് അരി ഉണ്ടാകത്തുള്ളൂ, ബാംബു റൈസ് വരുത്തുള്ളൂ. അത് വരുമ്പോഴത്തേക്ക് തന്നെ ഇത് ഏകദേശം അതിന്റെ പ്രായം ചെന്നാണ് അതിന്റെ അർത്ഥം. ഇതിന്ന് ഈ അരി വീണിട്ട് കിളുക്കണോ? വേറെ കിളുത്ത് വരണം. വലിയൊരു മൂങ്ങ കണ്ടിട്ടുണ്ടായി. അത് ഇങ്ങോട്ട് അപ്പുറത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ടാണ്. പക്ഷെ ഇതെവിടെ ഇരിക്കുന്നതെന്ന് കാണുന്നില്ല. ഗൈഡ് നോക്കുക. ബ്ലാക്ക് പാന്തറിൻ്റെ ഉണ്ടല്ലേ? പക്ഷെ റയറാ സൈറ്റിങ്സ് അല്ലേ? ഫോട്ടോ എടുക്കാൻ ഏറ്റവും നല്ലത് ലെപ്പേർഡ് ബ്ലാക്ക് പാന്തർ. കാരണം അവൻ ഓടത്തില്ല, പെട്ടെന്ന് ഓടത്തില്ല. ടൈഗർ അങ്ങനെയല്ല, ഓടിക്കളയും. ഇവൻ ചെന്നിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഇരുന്ന് തിരിഞ്ഞു നോക്കും നമ്മൾ. അങ്ങനെയാണ് സംഭവം. നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. ഇവിടെ നമ്മൾ പയ്യെ മറ്റേ കണ്ടം ആ ഏരിയയിലോട്ട് ഇറങ്ങുന്നത്. ചിലപ്പോൾ അവിടെ രാവിലെ ആയതുകൊണ്ട് എന്തെങ്കിലും ആനിമൽസിനെ
കാണാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഗൈഡ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സൈറ്റിങ്സ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ. ഇച്ചിരി പ്രായം ചെന്ന ഒരു 60-65 വയസ്സിന് മേൽപോട്ടായിട്ടുണ്ട്. പക്ഷെ ഒരു 20 ഇഞ്ച് 22 ഇഞ്ചൊക്കെ ഉള്ളൂ വണ്ണം അല്ലേ? വണ്ണം നമ്മുടെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഇങ്ങനെ. ആ പക്ഷെ മൂന്നാർ കാന്തല്ലൂരിൽ അവിടെ കാലാവസ്ഥ വേറെ. തമിഴ്നാട് കേരളത്തിലെ ഒരു കാലാവസ്ഥയ്ക്കാണ് ഇവിടെ വലിയ മരങ്ങൾ വലിപ്പം വെക്കുന്നത്. ഇവിടെ വലിപ്പം വെക്കുന്നില്ല. ഇതിപ്പോ ചെറിയൊരു കാലാവസ്ഥ വ്യത്യാസമാണ്. ഇത് നമ്മുടെ രുദ്രാക്ഷ. ഇത് ഉദ്രാക്ഷല്ല, ഭദ്രാക്ഷ. നമുക്ക് ഉദ്രാക്ഷ ഈ ഭാഗത്തില്ല, വേറെ. ആ നിൽക്കുന്നതോ അത് മറ്റേ ആലാണ്. ആല. പക്ഷെ ആലെന്ന് നമുക്ക് പറയാൻ ഇതൊരു പാരസൈറ്റ്. ആല് നമ്മുടെ ഒറിജിനൽ ആലെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലത്തിന്റെ ലീപ്സ് ഉള്ളല്ലോ ശരിക്കുള്ള ആല്. ഇത് ഈ ഉള്ള മരത്തെ കൊന്ന് അതിനെ തിന്ന് ജീവിക്കുന്ന സാധനമാണ്. പക്ഷെ കാണാൻ നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ കിട നിൽക്കുന്നതാണ്. ആ ഭാഗത്ത് കുറച്ച് കാട്ടുപോത്തിന്റെ കൂട്ടം നിൽപ്പുണ്ടേ. നമുക്ക് നോക്കാം. കുറേ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് കിട്ടിയാണ് കാട്ടിയെ. ഒരു മെയിലും ഒരു ഫീമെയിലുമാണ്. ഫീമെയിൽ. തിന്നിന്ന് കൊഴുപ്പായിട്ട് അറ്റാക്ക് വന്നിരിക്കില്ലേ? മാക്സ് നാച്ചുറൽ ഡെത്ത് അല്ലേ? 25 വർഷമോ അത്രയൊക്കെ ഉള്ളല്ലേ? മെയിലാണെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ അവരുടെ പ്രണയമാണോ ഈ കാണുന്നത്? ഭയങ്കര ഉരുക്ക് പോലെയാണ് നാക്ക്. നമ്മുടെ ഒരു ദേഹത്ത് ഇതിന്റെ നാക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രശിച്ചാൽ മതി. നമ്മുടെ തൊലി കംപ്ലീറ്റ് നക്കുവെങ്കിൽ ഹാടാ. ഗ്രൂപ്പാ ഇത്. അതല്ല ഞാൻ പറഞ്ഞു ഗ്രൂപ്പാ. ഇതൊരു ഗ്രൂപ്പാ. നമുക്ക് അടുത്ത കുറച്ചെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്. കാട്ടിയുടെ ഒരു കൂട്ടമാണ്. ഒരു ചെറിയ കുട്ടിയുണ്ട്. അതിൻ്റെ നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള പശുക്കുട്ടിയെ പോലെ ഇരിക്കുന്നല്ലേ. ഓ, വെള്ളത്തിൽ നിന്ന് കരയിലോട്ട് കയറി വരുന്ന ഈ പരുവത്തിലാ വാൽമാക്രി അല്ലേ? ഇതിന്റെ വിരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഈ ഒരു ഏരിയ ഇനി അങ്ങോട്ട് ചീവീടിന്റെ ഭയങ്കര സൗണ്ടാ കേട്ടോ. കേട്ടു നോക്കി. ആ എപ്പോ ഇവന് കുറഞ്ഞതൊരു ചിലപ്പം 10-20 ദിവസമൊക്കെ കഴിയും ഒരു ഇര കിട്ടണമെങ്കിൽ. കിട്ടണമെങ്കിൽ അപ്പൊ
അപ്പൊ ആ സമയത്ത് എല്ലാം വെള്ളം കുടിച്ചായിരുന്നു നടക്കുന്നത്. അപ്പൊ ഇവന്റെ ദേഹം മൊത്തം ചൊട്ടിയിട്ട് ചെറുതാവും. പെണ്ണാണെങ്കിലും മെയിലാണെങ്കിലും അവന്റെ സൈസ് കുറവായിരിക്കും. അപ്പൊ ആ സമയത്താണ് ഈ ഭയങ്കര ഡേഞ്ചറസ് ആവുന്നത്. ഭയങ്കര ദേഷ്യം, നമുക്കാണല്ലോ ഫുഡ് കിട്ടില്ലെങ്കിൽ ഭയങ്കര വൈലന്റ് ആവത്തില്ല. 10 വട്ടം ട്രൈ ചെയ്താലേ ഒരു വട്ടം കിട്ടുന്നത്. ഇവിടെ ആനപ്പിള്ള കിടപ്പുണ്ട് കേട്ടോ. ആന കയറി പോകുന്നതാണ്. നമ്മൾ ഇറങ്ങി വന്നിട്ട് നമ്മുടെ കാല് തിന്നുന്നു. ഒരുപാട് ഇഷ്ടമാണ്. ഇന്നലെ വൈകിട്ടത്തേക്ക് ഡീലൊക്കെ പാസിംഗ് ഉണ്ടായിരുന്നു അല്ലേ? കടുവാടെ കാഷ്ടമാണ് ഇതേ. നോക്കാം ഇവിടെ എങ്ങനെ പത്മാർക്കുണ്ടോ. ഇതിലെ വണ്ടി പാസ് ചെയ്തിട്ടുണ്ടോ, അതുകൊണ്ട് പത്മാർക്ക് കിട്ടാനായിട്ട് വലിയ പാടാണ് കേട്ടോ. ഇതിലേക്കൂടെ ഫോറസ്റ്റിൻ്റെ ജീപ്പ് പോകാറുണ്ട്. ഇവിടെ സ്ഥിരം ആനയുടെ ഇതുണ്ട്. കാരണം ആ ഭാഗത്തെല്ലാം ഇത് അവിടെല്ലാം ആനപ്പിണ്ണം കിടപ്പുണ്ട് കേട്ടോ. ഈ ഒരു വയൽ പ്രദേശത്ത് മിക്കവാറും ആനയെ കാണും. ഇപ്പം മീൻ പിടിക്കാൻ പോയിട്ട് വന്നവർ ഞങ്ങളോട് പറഞ്ഞു അപ്പുറത്ത് ആനയുണ്ട്. അപ്പോൾ ഇതിലേക്കൂടെ ഒരു ഫോറസ്റ്റിൻ്റെ വണ്ടി ജീപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ജീപ്പ് പാസ് ചെയ്യുന്ന സമയങ്ങളിൽ ഇത് ഉൾക്കാട്ടിലോട്ട് കയറാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ വന്ന വഴിക്കുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഇങ്ങോട്ട് പാസ് ചെയ്തതിന് ശേഷമാണ് ജീപ്പ് അങ്ങോട്ട് പോയിരുന്നത്. അപ്പോൾ അത് കാരണം അവർക്ക് അറിയില്ല എന്ന് പറയുന്നു. എന്തായാലും ഒന്ന് പോയി നോക്കാം എങ്ങനെയാണ് നമ്മൾ ഈ റൂട്ട് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്തായിട്ട് ആനയെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അവിടം വരെ പോയിട്ട് ഇപ്പോൾ തിരിച്ച് റിട്ടേൺ വരുക. നോക്കട്ടെ, ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങുന്നുണ്ട്. തിരിച്ച് ഇവിടെ വന്നിപ്പുണ്ട്. ഇതിൻ്റെ ആ ഭാഗത്തായിട്ട് ആനയുണ്ട്. കാടിനകത്താണ്. അവന് ഒന്നെങ്കിൽ ഈ താഴോട്ടോ ഇല്ല മേളിലോട്ടോ കയറും. ആ ടൈമിൽ നമുക്ക് നോക്കാം. ഇതൊരു കൊമ്പനാണ്. ഞങ്ങൾ ഈ ആനയുടെ ഫ്രണ്ടിൽ വന്ന് പെട്ടുപോകുമായിരുന്നു. കാരണം നമ്മൾ കണ്ടില്ല. കാരണം ഈ നമ്മളോട് ഇവിടെ ആന നിപ്പുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ അത് ഇത്രയും അടുത്താന്ന് പറഞ്ഞില്ല, കുറച്ച് അപ്പുറത്ത് മാറിയ ഒരു സ്ഥലമാണ് പറഞ്ഞത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഗൈഡ് ഇങ്ങനെ നടന്നു വന്നത്. അപ്പോൾ ആന നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയം കൊണ്ട് ആന അവിടുന്ന് നടന്ന് ഇങ്ങ് വന്നു. ഇതൊരു വളവാണ്. അപ്പോൾ ഈ വളവിൻ്റെ അവിടെ ഒരു ഇല്ലിക്കാടുകളുണ്ട്. അതിന് പുറയിലാണ് ആന നിന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ക്രോസ് ചെയ്ത് വേണം നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ. അപ്പോൾ ഗൈഡ് ഫ്രണ്ടിൽ വന്നു. അപ്പോൾ ആന തിരിഞ്ഞു നിന്ന കാരണം ഞങ്ങൾ വന്ന് ഇതുവരെയായിട്ട് ആന അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ വന്നു, ഗൈഡ് വന്ന് പെട്ടെന്ന് സ്റ്റക്കായി. ഞങ്ങൾ രണ്ടുപേരും തൊട്ട് പുറയിലുണ്ട്. പയ്യെ ഗൈഡ് പുറകോട്ട് പോകാനായിട്ട് ആംഗ്യം കാണിച്ച് പയ്യെ ഞങ്ങൾ പുറകോട്ട് മാറിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ വന്ന് ഇതുവരെയായിട്ട് ആന കണ്ടിട്ടില്ല. ഒന്നെങ്കിൽ ഈ ആന ഇനി ഈ മേളിലോട്ട് കയറി പോകണം, ഇല്ലെങ്കിൽ തൊട്ട് പുറകിൽ ഈ ആനയുടെ പുറവശത്ത് വയലുണ്ട്. അപ്പോൾ ആ വയലിലോട്ട് മൂവ് ചെയ്ത് താഴോട്ട് ഇറങ്ങണം, എന്നാലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളെന്തായാലും ഈ ആന ആളുകളെ ഓടിക്കുന്നതാണ്. കാരണം അതിന് ഗൈഡ് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂട്ടം മാറിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അത് കാരണം ഇപ്പോൾ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ആന ചാർജ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം ഇച്ചിരി അഗ്രസീവാണ് ഈ ആന എന്ന് പറഞ്ഞു. കാരണം കുട്ടിയാനയാണ്, അധികം പ്രായമായിട്ടില്ല, കൂട്ടത്തിൽ നിന്ന് മാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഇനിയിപ്പം ഒന്നെങ്കിൽ ഇത് വയലിലോട്ട് ഇറങ്ങുക, ഇല്ലെങ്കിൽ മേളിലോട്ട് പോവുക. അപ്പോൾ നമ്മൾ കുറേ നേരമായിട്ട് ഇവിടെ തന്നെ നിൽപ്പുണ്ട്. ഈ വയലിൽ ഇറങ്ങിയാലേ നമുക്ക് ഇനി ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. പയ്യെ ഇറങ്ങുന്നുണ്ട്, വയലിലോട്ട് പയ്യെ ഇറങ്ങുന്നുണ്ട്. ഇതുകൊണ്ട് കാലിട്ടൊക്കെ അടിക്കുന്നുണ്ടോ. പയ്യെ ആഹാരം കഴിച്ച് നിൽക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഇവൻ കുറച്ചും കൂടെ മാറാതെ നമുക്കിനി പോകാൻ പറ്റത്തില്ല. കാരണം ഇവൻ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാർജ് ചെയ്ത് വരുമെന്നാണ് ഗൈഡ് പറഞ്ഞത്. എന്തായാലും ഇവന് ഉടനെ ഒന്നും മാറുന്ന ലക്ഷണമില്ല. അപ്പോൾ നമുക്കിനി ഇപ്പം ഇവിടുന്ന് ഒരു ചെറിയ കയറ്റം കയറി ചുറ്റിക്കറങ്ങി വേണം പോകാനായിട്ട്. ഇനിയിപ്പോൾ അങ്ങനെ പോകാം, അല്ലാതെ ഇവൻ ഇനി ഇവിടുന്ന് മാറുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്കിനി എന്തായാലും കറങ്ങി പോകാം, അതേ ഇനി നടപടിയുള്ളൂ. ഇപ്പോൾ ഇതിനപ്പുറത്ത് വേറൊരു കണ്ടമുണ്ട്, ഇതിൻ്റെ ബാക്കിയായിട്ട് അപ്പുറത്തെ സൈഡിലായിട്ട് കണ്ടമുണ്ട്. അപ്പോൾ അവിടെ ഒന്നെങ്കിൽ ആനയോ കാട്ടിയോ ഒക്കെ കാണാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് മൂവ് ചെയ്ത് പോകാം, പയ്യെ കറങ്ങിപ്പോവാം. അതെ, നമ്മുടെ ഈ ഒരു കാട്ടിക്കൂടെ നമ്മൾ ഈ നടക്കുന്നെങ്കിലുണ്ടോ, ഈ നടന്ന് വരുമ്പോഴത്തേക്ക് ഓരോ സ്ഥലങ്ങളും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് തരുന്നത് കേട്ടോ. ഇത് കണ്ടോ, തുറസായ ഒരു സ്ഥലമായി. അതായത് ഇത് നിറച്ചും മരങ്ങളാണ്. മറ്റേത് തുറസായ കണ്ടം. അതിന് മുമ്പ് കുറേ കയറ്റങ്ങളായിരുന്നു.
കരിങ്കുരങ്ങിരുന്ന് ശബ്ദം ഉണ്ടാക്കുന്നത് കേൾക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു കാട്ടിയാന്ന് തോന്നുന്നു കേട്ടോ നിൽക്കുന്നത്. നമ്മൾ ഈ ട്രക്കിംഗ് പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കുന്ന പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ്. അതിൻ്റെ അകത്ത് ഇതുപോലുള്ള ധാരാളം പ്രോഗ്രാമുകളുണ്ട്. ട്രക്കിംഗ് ആയിട്ടും നൈറ്റ് ഫോറസ്റ്റ് സ്റ്റേ ആയിട്ടും അതുപോലെ തന്നെ ബാംബൂ ഡ്രാഫ്റ്റിങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് പക്മാർ ട്രെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം പ്രോഗ്രാമുകളുണ്ട്. ഇതെല്ലാം ബുക്ക് ചെയ്യുന്നത് അതുവഴിയാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് ചാർജ് വരുന്നത് ഒരാൾക്ക് 400 രൂപ വെച്ചിട്ടാണ്. മിനിമം 4 പേര് വേണം. ഇനിയിപ്പോൾ 4 പേരില്ലെങ്കിലും 4 പേരുടെ ചാർജ് നമ്മൾ അടച്ചാൽ മതിയേ. അപ്പം 4 പേർക്ക് വരുമ്പോഴത്തേക്ക് 1600 രൂപ നമ്മൾ ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ പാർക്കിംഗ് ഫീയും ക്യാമറ ഉണ്ട് അതിൻ്റെ ഇതും എല്ലാം കൂടെ ഞങ്ങൾക്ക് 2100 രൂപയുടെ അടുത്തായ GST അടക്കമേ. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ കീഴിൽ 2 ഷോർട്ട് ട്രക്കിംഗ് പ്രോഗ്രാമാണ് വരുന്നത്. ഒന്ന് നേച്ചർ വോക്കും ഒന്ന് ഗ്രീൻ വോക്കും. ഇപ്പോൾ നേച്ചർ വോക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, കാണാത്തവരുണ്ടെന്ന് കയറി കാണുക. ഇപ്പം അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത് നമ്മുടെ ബോട്ട് ലാൻഡിങ്ങിൻ്റെ അവിടെയാണ്. ഗ്രീൻ വോക്കിൻ്റെ വരുന്നത് പാർക്കിങ്ങിൻ്റെ അവിടെയും. അതുപോലെ തന്നെ നേച്ചർ വോക്ക് 5 കിലോമീറ്ററാണ് ട്രക്കിംഗ് വരുന്നത്. ഗ്രീൻ വോക്ക് വരുന്നത് 8 കിലോമീറ്റർ. അപ്പം ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അടുപ്പിച്ചുള്ള 2 സ്ലോട്ടുകളായിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ 2 മണിക്കൂർ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് 4 മണിക്കൂർ തുടരെ കിട്ടും. അപ്പം അങ്ങനെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അല്ലടാ ഇത് മറ്റേ ഇതാന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മുടെ തന്നെ ശംഖുവരയാണ് മറ്റേ. അതേ മലയണ്ണാൻ ഇരുന്ന് ചക്ക ഇരുന്നുണ്ടോ. ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ചക്ക ഇരുന്ന് അടിക്കുക കേട്ടോ. ഇതിൻ്റെ കറയൊന്നും ഇതിൻ്റെ ദേഹത്ത് വരുന്നില്ലേ. അതേ അതിൻ്റെ പുറകിൽ ഒരെണ്ണം ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നിന്ന് പോരടിച്ച് കഴിക്കുകയെന്ന് തോന്നുന്നു. വാശിക്കാന്ന് തോന്നുന്നു കഴിക്കുന്നത്. നോക്കിയേ നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ കറയൊന്നും ദേഹത്ത് അങ്ങനെ പറ്റാറില്ലേ. തുടച്ച് കളയുമായിരിക്കും. നോക്കിയേ ചക്ക പറിച്ചിട്ട് കളയുന്നുണ്ട് അതിൻ്റെ ആ നാരും ഇതുമൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടം വരെയുള്ളൂ. ഇതുപോലുള്ള ധാരാളം വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്നാണ്. അതുവരേക്കും ബൈ ബൈ.